2021 ഏപ്രിൽ 6-നാണ് കഴിഞ്ഞ നിയമസഭാ പൊതുതിരഞ്ഞെടുപ്പ് നടന്നത്. അത് വെച്ച് കണക്കാക്കിയാൽ 2026-ൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം പോലും തികച്ചില്ല. ഇടതുപക്ഷ സ്വതന്ത്ര MLA ആയ PV അൻവർ CPM നേതൃത്വത്തെ വെല്ലുവിളിച്ച് രാജിവെച്ചാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഇടതുപക്ഷം പരാജയപ്പെടേണ്ടത് PV അൻവറിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നം മാത്രമല്ല, നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. നിലമ്പൂരിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ 2026-ൽ കേരള ഭരണം പിടിക്കുക എന്ന സ്വപ്നത്തിന് അരികെ UDF എത്തും. ആത്മവിശ്വാസത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനും അവർക്ക് സാധിക്കും. അത്തരമൊരു വിജയം PV അൻവറിന്റെ കൂടി വിജയമായാണ് ചിത്രീകരിക്കപ്പെടുക. അതോടെ മലപ്പുറത്തെ UDF രാഷ്ട്രീയത്തിൽ അവഗണിക്കാൻ പറ്റാത്ത ശക്തിയായി അൻവറും അദ്ദേഹത്തിന്റെ തൃണമൂൽ കോൺഗ്രസും മാറുകയും ചെയ്യും. എന്നാൽ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തൃശങ്കുവിലാകും. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സകല പ്രതീക്ഷകൾ കൂടിയാണ് നിലമ്പൂരിൽ ചെങ്കൊടി പാറിയാൽ അപകടത്തിലാകാൻ പോകുന്നത്. ഇത്രയും കടുത്ത രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും നിലമ്പൂർ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞാൽ അത് പിണറായി സർക്കാരിനുള്ള അംഗീകാരമായാണ് വിലയിരുത്തപ്പെടുക. ഇടതുപക്ഷം നിലമ്പൂരിൽ വിജയിച്ചാൽ UDF-ൽ പൊട്ടിത്തെറിയും ഉറപ്പാണ്. കാരണം കോൺഗ്രസിന്റെ കുത്തക സീറ്റായിരുന്ന നിലമ്പൂർ തുടർച്ചയായ രണ്ടാം തവണയും ഇടതുപക്ഷത്തിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് PV അൻവറിന്റെ സ്വാധീനത്തിന്റെ ഭാഗമാണെന്നാണ് UDF നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ആ നിലമ്പൂർ മണ്ഡലം അൻവർ ഇല്ലാതെ ഇടതുപക്ഷം പിടിച്ചെടുത്താൽ സ്വന്തം അനുയായികളോട് പോലും പറഞ്ഞു നിൽക്കാൻ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ കഴിഞ്ഞെന്നു വരില്ല. നിലമ്പൂരിൽ വീണാൽ മുസ്ലിം ലീഗിലും കോൺഗ്രസിലും അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതവും ഗുരുതരമായിരിക്കും. UDF പിളർന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ ഉയർന്ന തർക്കം ഇടതുപക്ഷത്തിന് മൂന്നാം ഊഴം ഉറപ്പിച്ചു നൽകുമെന്ന വിലയിരുത്തൽ മുസ്ലിം ലീഗിൽ തന്നെയുണ്ട്. ഭരണം കിട്ടുന്നതിന് മുൻപ് തന്നെ നേതാക്കൾ കടിപിടി കൂടുന്ന സാഹചര്യം UDF-നെ ദുർബലമാക്കുമെന്നാണ് ലീഗ് നേതൃത്വം കോൺഗ്രസിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ലീഗിനെ സംബന്ധിച്ച് 10 വർഷം അധികാരത്തിന് പുറത്തിരിക്കേണ്ടി വന്നതുപോലെ ഇനി ഒരു 5 വർഷം കൂടി മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. ഇപ്പോഴില്ലെങ്കിൽ ഇനി ഒരു അവസരമില്ലെന്ന മുന്നറിയിപ്പ് VM സുധീരനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും പോലെയുള്ള ഉന്നത നേതാക്കളും കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ആര്യാടൻ ഷൗക്കത്ത് വിഭാഗവും VS ജോയി വിഭാഗവും തമ്മിലുള്ള ഉടക്കിലും UDF നേതൃത്വം ആശങ്കയിലാണ്. ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും പാലം വലി ഉറപ്പാണെന്നതാണ് നിലവിലെ നിലമ്പൂരിലെ അവസ്ഥ. ഇതിൽ ആര്യാടൻ ഷൗക്കത്ത് വിഭാഗം ഉടക്കിയാൽ മുസ്ലിം ലീഗിന്റെ പല സിറ്റിംഗ് സീറ്റുകൾ പോലും അതിന്റെ പ്രതിഫലനമുണ്ടാക്കും. CPM-നും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ശക്തമായ സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ. 2016-ലും 2021-ലും നിലമ്പൂരിൽ നിന്നും ഇടതുപക്ഷ പിന്തുണയോടെ വിജയിച്ച അൻവർ ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ UDF നേതാക്കളെയും നിർത്തിപ്പൊരിച്ചിട്ടുണ്ട്. എന്തിനേറെ രാഹുൽ ഗാന്ധി പോലും അൻവറിന്റെ നാക്കിന്റെ വീര്യമറിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇടതുമായി തെറ്റുന്നത്. അത് അറസ്റ്റിലേക്കും ഒരു ദിവസത്തെ ജയിൽവാസത്തിലേക്കും നീണ്ടതോടെ വലിയ പകയായി മാറി. ഈ പകയാണ് ആദ്യം DMK-യിലേക്കും പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്കും അൻവറിനെ കൊണ്ടുചെന്ന് എത്തിച്ചത്. നിലമ്പൂരിൽ UDF-നെ വിജയിപ്പിച്ച് UDF ബർത്ത് ഉറപ്പാക്കുകയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം. 2016-ൽ 11,504 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് നിലമ്പൂരിൽ നിന്നും അൻവർ വിജയിച്ചത്. 2021-ൽ ഈ ഭൂരിപക്ഷം 2,700-ആയി കുറയുകയുണ്ടായി. കാൽനൂറ്റാണ്ടിലേറെ കാലം കുത്തകയായി വെച്ച ഈ സീറ്റ് പിടിച്ചെടുക്കാൻ അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അത് വമ്പൻ ലോട്ടറിയായാണ് മാറുക. നിലമ്പൂരിലെ ജാതി മത സമവാക്യങ്ങളും ഉപതെരഞ്ഞെടുപ്പിൽ ചെലുത്താൻ പോകുന്നത് നിർണായക സ്വാധീനമായിരിക്കും.